നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേഖലയിലെ പുഞ്ചപ്പാടങ്ങളിൽ ഞാറുനടിൽ ആരംഭിച്ചു. ഞാറ് നടാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീ തൊഴിലാളികൾ. കനത്ത കാറ്റിൽ കാട്ടകാമ്പാൽ ചിറയൻകാട് റോഡിൽ തെങ്ങ് പൊട്ടിവീണു. കുന്നംകുളത്ത് BJP പ്രവർത്തകന്റെ ബൈക്ക് കത്തിച്ച നിലയിൽ. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ രാജിവെക്കണമെന്ന് BJP. കുന്നംകുളത്ത് പിന്തുണ പറയാതെ സ്വതന്ത്രൻ. അണിയറ നീക്കങ്ങൾ സജീവം. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ രക്ഷാധികാരിയും സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന ജോർജ് സക്കറിയ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. മേഖലയിലെ പുഞ്ചപ്പാടങ്ങളിൽ ഞാറുനടിൽ ആരംഭിച്ചു. ഞാറ് നടാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീ തൊഴിലാളികൾ. കാട്ടകാമ്പാൽ മേഖലയിലെ വിവിധ കോൾപ്പടവുകളിൽ പുഞ്ചകൃഷിയുടെ ഞാറുനടലിന് തുടക്കമായി. തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീ തൊഴിലാളികളാണ് ഈ വർഷത്തെ ഞാറ് നടുന്നതിന് എത്തിയിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ ഇതര സംസ്ഥാന പുരുഷ തൊഴിലാളികളായിരുന്നു ഞാറ് നട്ടിരുന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതോടെയാണ് കർഷകർ തമിഴ്നാട് സ്വദേശികളെ ആശ്രയിച്ചത്. ചിറ്റന്താഴം യൂണിയൻ കോൾപ്പടവ്, വലിയറം വട്ടക്കായൽ, പുല്ലാനിച്ചാൽ, കരിയമ്പാടം തുടങ്ങിയ കോൾപ്പടവുകളിലാണ് പുഞ്ചകൃഷിക്ക് തുടക്കം കുറിച്ചത്. മേൽനോട്ടത്തിന് പടവ് ഭാരവാഹികളും കർഷകരുമുണ്ട്. ഏക്കറിന് 4500 രൂപയാണ് കൂലി. പുല്ലാനിച്ചാലിൽ ഞാറുനടൽ അവസാന ഘട്ടത്തിലാണ്. ചിറ്റന്താഴത്ത് 225 ഏക്കറും, വട്ടക്കായലിൽ 170 ഏക്കറും, പുല്ലാനിച്ചാലിൽ 88 ഏക്കറും, കരിയാമ്പാടത്ത് 48 ഏക്കറുമാണ് കൃഷി ചെയ്യുന്നത്. ഒരു മാസത്തോളം നേരത്തെയാണ് പടവുകളിൽ കൃഷി ആരംഭിച്ചതെന്ന് പടവ് ഭാരവാഹികളായ മുഹമ്മദ് ഹനീഫ, AY ഹമീദ്, NK സതീശൻ, MK മുരളീധരൻ, സോണി സക്രിയ, ND ശശി, MK മജീദ്, ജയകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. മലയാളി തൊഴിലാളികളുടെ സമാനമായ രീതിയിലാണ് ഇവർ ഞാറ് നടുന്നത്. ചിറ്റന്താഴം ഒഴിച്ച് മറ്റിടങ്ങളിൽ 120 ദിവസം മൂപ്പ് കുറഞ്ഞ ജ്യോതി വിത്തിനമാണ് കൃഷി ചെയ്യുന്നത്. ചിറ്റന്താഴത്ത് 140 ദിവസം മൂപ്പ് കുറഞ്ഞ ഉമ വിത്തിനമാണ് ഈ വർഷം കൃഷി ചെയ്യുന്നത്. കനത്ത കാറ്റിൽ കാട്ടകാമ്പാൽ ചിറയൻകാട് റോഡിൽ തെങ്ങ് പൊട്ടിവീണു. ഇന്ന് ഉച്ചയോടെ ഉണ്ടായ കനത്ത കാറ്റിൽ തെങ്ങ് പൊട്ടിവീണു. കാട്ടകാമ്പാൽ ചിറയൻകാട് റോഡിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് പൊട്ടി റോഡിന് കുറുകെ വീണത്. തെങ്ങ് വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ കേബിൾ TV പോസ്റ്റും ലൈനുകളും തെങ്ങ് വീണതിനെ തുടർന്ന് നശിച്ചിട്ടുണ്ട്. നാട്ടുകാർ ചേർന്നാണ് തെങ്ങ് റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഏറെ വാഹനങ്ങളും യാത്രക്കാരും പോകുന്ന റോഡിൽ സംഭവ സമയത്ത് ആരുമില്ലാത്തത് അപകടം ഒഴിവാക്കി. സമീപത്തെ ട്രാൻസ്ഫോർമറിന് മുകളിലേക്ക് വീഴാത്തതും വലിയ അപകടം ഒഴിവാക്കാൻ കാരണമായി. കുന്നംകുളത്ത് BJP പ്രവർത്തകന്റെ ബൈക്ക് കത്തിച്ച നിലയിൽ. കുന്നംകുളം ചെമ്മണ്ണൂരിൽ BJP പ്രവർത്തകന്റെ ബൈക്ക് കത്തിച്ച നിലയിൽ കണ്ടെത്തി. ചെമ്മണ്ണൂർ പണിക്കശ്ശേരി വീട്ടിൽ പ്രസാദിന്റെ ബൈക്കാണ് മോഷ്ടിച്ചു കൊണ്ടുപോയി കത്തിച്ച നിലയിൽ കണ്ടത്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. ചെമ്മണ്ണൂർ കോതകുളത്തിന് സമീപത്താണ് ബൈക്ക് കത്തിച്ചത്. സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJP ആരോപിച്ചു. മേഖലയിൽ ഇത്തരം ആക്രമണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പതിവാണെന്നും അക്രമികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ രാജിവെക്കണമെന്ന് BJP. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ 10 കോടി രൂപ നിയമം മറികടന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സംഭവത്തിൽ തുക ക്ഷേത്രത്തിലേക്ക് തിരിച്ചു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ചെയർമാൻ രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ക്ഷേത്ര വരുമാനം മതപരമായ കാര്യങ്ങൾക്കല്ലാതെ ചെലവഴിക്കാൻ പാടില്ലെന്ന ദേവസ്വം ആക്ടിലെ 27ാം വകുപ്പ് ലംഘിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയതെന്നും BJP നേതാക്കൾ പറഞ്ഞു. കോടതിയുടെ കണ്ടെത്തൽ ഗൌരവമേറിയതാണെന്നും അധികാരത്തിൽ തുടരുന്നതിന് ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹൻദാസിന് ധാർമ്മികവും നിയമപരവുമായ അവകാശമില്ലെന്നും BJP ആരോപിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി,
തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Park Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളത്ത് പിന്തുണ പറയാതെ സ്വതന്ത്രൻ, അണിയറ നീക്കങ്ങൾ സജീവം. കുന്നംകുളം നഗരസഭാ ഭരണസമിതിയിൽ ആരെ പിന്തുണയ്ക്കുമെന്നതിനെ മനസ്സ് തുറക്കാതെ സ്വതന്ത്രനായി വിജയിച്ച വിമത കോൺഗ്രസ് അംഗം ടി സോമശേഖരൻ. ഭരണം നിലനിർത്താൻ CPM-ലും ഭരണ തുടർച്ച നൽകാതിരിക്കാൻ കോൺഗ്രസിലും നീക്കങ്ങൾ സജീവം. സ്വതന്ത്രനെ അനുനയിപ്പിച്ച് ഒപ്പം കൂട്ടാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. ഇതിനുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. വിജയിച്ച കോൺഗ്രസ് അംഗങ്ങളിൽ ചിലർ ഇതിന്റെ ഭാഗമായി സോമശേഖരനുമായി ചർച്ച നടത്തി. പ്രതിപക്ഷത്തുള്ള BJP, കോൺഗ്രസ്, RMP അംഗങ്ങൾ പിന്തുണച്ചാൽ സോമശേഖരനെ ചെയർമാൻ സ്ഥാനത്തെത്താനാകും. വിമത കോൺഗ്രസിന് നേതൃത്വം നൽകിയവർ യോഗം ചേർന്നെങ്കിലും ഈ നീക്കത്തിന് തീരുമാനമായിട്ടില്ല. മറ്റ് രാഷ്ട്രീയ നിലപാടുള്ളവർക്ക് പിന്തുണ നൽകേണ്ടതില്ലെന്ന നയമാണ് BJP സംസ്ഥാന തലത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള സർക്കുലറുമുണ്ട്. ഇത് മറികടന്നൊരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ലെന്നാണ് BJP-യുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന. 18 വാർഡുകളിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതോടെ ഭരണം നിലനിർത്തുമെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതരുടെ പിന്തുണ ഇടതുമുന്നണിക്ക് നൽകിയതിന് ടി സോമശേഖരൻ ഉൾപ്പെടെയുള്ളവർക്ക് വാർഡുകൾ നൽകാമെന്ന വാഗ്ദാനം പാർട്ടി നേതൃത്വം നൽകിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന നിമിഷത്തിലാണ് കോൺഗ്രസ് വിമതർ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയത്. സ്വതന്ത്രന്റെ പിന്തുണ നേടാൻ ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് ഔദ്യോഗിക തലത്തിൽ പറയുന്നത്. ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പുകളിൽ RMPയുടെ തീരുമാനവും നിർണായകമാണ്. RMPയുടെ 3 അംഗങ്ങൾ ആർക്കും പിന്തുണ നൽകാതെ വിട്ടുനിൽക്കാനാണ് സാധ്യത. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ രക്ഷാധികാരിയും സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന ജോർജ് സക്കറിയ അന്തരിച്ചു. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ രക്ഷാധികാരിയും സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറുമായിരുന്ന കുന്നംകുളം ചീരൻ വീട്ടിൽ ജോർജ് സക്കറിയ നിര്യാതനായി. ഇന്ന് രാവിലെ 10:30 അന്ത്യം. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 ആർത്താറ്റെ മർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി മുൻ അധ്യക്ഷൻ, മർത്തോമ സഭ കൌൺസിൽ അംഗം, ആർത്താറ്റെ കുന്നംകുളം മർത്തോമ ഇടവകയിൽ നിന്നും മണ്ഡലം അസംബ്ലി മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചൊവ്വന്നൂർ MTS സ്കൂൾ മാനേജർ, YMCA സെക്രട്ടറി, IGA ക്ലബ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേഖലയിലെ പുഞ്ചപ്പാടങ്ങളിൽ ഞാറുനടിൽ ആരംഭിച്ചു. ഞാറ് നടാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീ തൊഴിലാളികൾ. കനത്ത കാറ്റിൽ കാട്ടകാമ്പാൽ ചിറയൻകാട് റോഡിൽ തെങ്ങ് പൊട്ടിവീണു. കുന്നംകുളത്ത് BJP പ്രവർത്തകന്റെ ബൈക്ക് കത്തിച്ച നിലയിൽ. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ രാജിവെക്കണമെന്ന് BJP. കുന്നംകുളത്ത് പിന്തുണ പറയാതെ സ്വതന്ത്രൻ, അണിയറ നീക്കങ്ങൾ സജീവം. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ രക്ഷാധികാരിയും സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന ജോർജ് സക്കറിയ അന്തരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.